നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. മിൽമ പാലിന്റെ പ്രൈസ് ഹൈക്കിനെ കുറിച്ചാണ്. 4 രൂപ ലിറ്ററിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപ വെച്ച് ഏകദേശം ഒരു പാക്കറ്റിന് വർദ്ധിക്കും. അപ്പൊ ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, എനിക്ക് തോന്നുന്നു ഏതൊരു ഹയർ അതോറിറ്റി ചാനലിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് പ്രൈസ് ഹൈക്ക് വരുന്നത് എൻറ്റയർലി ഈ ഫാർമേഴ്സിനാണ്, അതായത് നമ്മുടെ ക്ഷീര കർഷകർക്കാണ് ഈ പറഞ്ഞ 3 രൂപ 35 പൈസയും പോകുന്നത്. ബാക്കി എന്തോ ഒരു ചെറിയൊരു പോർഷൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മളുടെ പാല് സംഭരണ കേന്ദ്രം അങ്ങനെ എന്തോ സംഭവത്തിലൊക്കെ ആ ഒരു ചെയിനിലും പോകുന്നുണ്ട്. മിൽമയ്ക്കാകെ 10 പൈസയാണ് ലിറ്ററിന് കിട്ടുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു 18 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസം വേണ്ടി വരുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. അതിൽ ഏകദേശം ഒരു 10 ലക്ഷം ലിറ്റർ മാത്രമേ, അല്ലെങ്കിൽ 10-12 ലക്ഷം ലിറ്റർ മാത്രമേ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോ ബാക്കി ഒരു എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6-7 ലക്ഷം ലിറ്റർ പാല് കൃത്യമായിട്ട് പുറത്തുനിന്നാണ് വരുന്നത്, മറ്റു സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ പറയുകയാണെങ്കിൽ മിൽമ പ്യുവർ ആൻഡ് ഫ്രഷ്, പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് പ്യുവർ ആൻഡ് ഫ്രഷ് എന്നും പറഞ്ഞ് ഇവര് ലേബലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയോ ആണെന്ന് തോന്നുന്നു മിൽമയോട് ആ സാധനം എടുത്ത് മാറ്റാൻ പറഞ്ഞു. കാരണം പ്യുവർ ആൻഡ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഇവര് സ്കിംഡ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പാലിൽ. അത് മിൽമ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പാലിന് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, കൊഴുപ്പ് കുറവായതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, അതിന്റെ ടെക്നിക്കൽ വശം എനിക്കറിയാം, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് എന്നാണ് അവര് പറയുന്നത്. ഒരു സെക്കൻഡ്. അപ്പൊ അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നതെന്നാണ് മിൽമയുടെ ഒരു വാദം. ഓക്കെ, എന്തായാലും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ കിട്ടുന്ന ലിറ്റർ പാലിൽ ഈ സ്കിംഡ് മിൽക്ക് പൗഡറും ആഡ് ചെയ്ത് ഒരു 6-7 ലക്ഷം ലിറ്റർ പാല് ഈ പുറത്തുനിന്ന് സോഴ്സ് ചെയ്തിട്ട് പത്രസമ്മേളനത്തില് പത്രക്കാരോട് പറയുകയാണ് ഇതിന്റെ മുഴുവൻ പൈസയും, അതായത് 3 രൂപ 35 പൈസ, 3 രൂപ 35 പൈസ ആർക്ക് കൊടുക്കുന്നു? കർഷകർക്ക് കൊടുക്കുന്നു. അപ്പൊ കേൾക്കുന്ന നമ്മളെന്താ വിചാരിക്കുക, ഓ, കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, ക്ഷീര കർഷകർ ഈ ഫീൽഡ് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയല്ലേ, നല്ല കാര്യം. അപ്പൊ ആരും ഒന്നും പ്രതിഷേധിക്കൂല, കാരണം ഇത്തരം പൈസ അങ്ങോട്ട് പോവാണല്ലോ, കർഷകർക്കാണല്ലോ പോകുന്നത്. പക്ഷെ ഇതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി, 6-7 ലക്ഷം ലിറ്ററിന്റെ ഈ പൈസ കർഷകർക്കൊന്നും കൊടുക്കാൻ പോകണില്ലല്ലോ ഇവര്. ഓക്കെ, ഓരോ ലിറ്റർ പാലിനും നമ്മളിൽ നിന്ന് മേടിക്കുന്ന എക്സ്ട്രാ പൈസ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് കൊടുക്കും, നല്ല കാര്യം. നമ്മുടെ നാട്ടില് ചെറുപ്പക്കാരായ, ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ട്, ചെറുപ്പക്കാരായ കുറെ പേര് ക്ഷീര കർഷക മേഖലയിൽ വരുന്നുണ്ട്. വളരെ നല്ല കാര്യം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പൊ അതിലേക്ക് വരട്ടെ, അവർക്ക് ലാഭം ഉണ്ടാവട്ടെ, കാര്യങ്ങളൊക്കെ വരട്ടെ. പക്ഷെ മിൽമ ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. അപ്പോ അവര് കൃത്യമായിട്ട് പറയണം എത്ര ലക്ഷം ലിറ്റർ പാല് പുറത്തു നിന്ന് വരുന്നുണ്ട്, ഇവിടെ എത്ര. അപ്പൊ മിൽമക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഇത്ര പെർസെന്റേജ് കർഷകർക്ക് കൊടുക്കുന്ന പറയുകയാണെങ്കിൽ ഓക്കെ, അത് ശരി. ഇതങ്ങനെയല്ലല്ലോ. ഈ ലാഭം മുഴുവൻ മേടിച്ചെടുത്തിട്ട് 6-7 ലക്ഷം ലിറ്ററിന്റെ ഈ പറഞ്ഞ 4 രൂപ വെച്ചുള്ള അഡീഷണൽ വരുമാനം മേടിച്ചെടുത്തിട്ട് ജനങ്ങളോട് വന്നിരുന്ന് പറയാണ്, ആ, എല്ലാം കർഷകർക്കാണ് കൊടുക്കണേ. അടിപൊളി. എനിക്കറിയില്ല, ഇത് ചാനലുകളൊന്നും ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. നമ്മൾ അല്ലെങ്കിലും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നം ചർച്ച ചെയ്യാനല്ലല്ലോ ചാനലിൽ നേരം. പാർട്ടി CPM പാർട്ടി എങ്ങനെ തോറ്റു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ചാനലുകൾക്ക് നേരമുള്ളൂ. നമ്മൾ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ചർച്ചയുമില്ല, ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ആർക്കെങ്കിലും എനിക്ക് തോന്നിയ ഈ ഡൗട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, ആരെങ്കിലും ഒക്കെ ചർച്ച ചെയ്യട്ടെ. ദ്രോഹമാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ഓൾറെഡി പെട്രോളിന്റെ വില കൂടിയിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നാട്ടില് ഇപ്പോ 4 രൂപയായിട്ടാണ് കൂടിയെന്ന് തോന്നുന്നു. ഇവിടെ ശരിക്കും ഇരട്ടിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കിയപ്പോ ഏതോ ഒരു പമ്പിൽ 100 ലിറ്ററിന് $200. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ലിറ്ററിന് $110 ഞാൻ സ്ഥിരമായിട്ട് അടിച്ചോണ്ടിരുന്നത്. 100 ലിറ്ററിന് $200, ഏകദേശം ഇരട്ടിയായി ചില പമ്പിലാണ്. ഇന്നിപ്പോ ഞാൻ അടിച്ചത് 100 ലിറ്ററിന് $170, $179, $179. അതിനാണ് ഞാൻ ഇന്ന് പഠിച്ചത്. അപ്പോ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കി. നാട്ടിലെ കേസിൽ ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ചാനലിൽ വന്നിരുന്നു ഒരു ഉളുപ്പില്ലാതെ സുഖമായിട്ട് പറയും ഇതെല്ലാം കർഷകർക്കാണ് പോണത്. അപ്പൊ ആരും മിണ്ടില്ലല്ലോ, കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മിണ്ടില്ല. ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ടാക്കുന്ന പൈസ ആരും മനസ്സിലാക്കണില്ല. ദയവേത് ആർക്കെങ്കിലും ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കമന്റിൽ എനിക്ക് ഈ ചാനലുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും നമ്പേഴ്സ് ഒന്നും ഇല്ല. കമന്റിൽ വല്ലതും ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ വിളിച്ചു പറയാം. വലിയ ദ്രോഹമാണ് ജനങ്ങളോട് ചെയ്യുന്നത്, വലിയ ദ്രോഹം.